Hello everyone, welcome back to our channel Lit Chats. ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സ് ഫോർ മീറ്റിംഗ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റുകളും നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സ് ഫോർ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ സാധാരണ സമയത്തിൻ്റെ മിനിറ്റ്സ് അല്ല എന്നുള്ളത് നമുക്കറിയാം. മീറ്റിങ്ങിൽ അല്ലെങ്കിൽ മീറ്റിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മിനിറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആക്ച്വലി മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗനൈസേഷനിലൊക്കെ നടക്കുന്ന ഒരു ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് ശേഷം നമ്മൾ അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇതിന് ആക്ച്വലി ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് കാര്യം എന്താണെന്ന് പറയുകയാണ്. ആ ഒരു മീറ്റിങ്ങിന് ശേഷം ആ ഒരു മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു സെക്രട്ടറി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എന്നല്ല, അതിന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ചേർത്ത് ഒരു ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മീറ്റിങ്ങിന് ശേഷം ആ മീറ്റിങ്ങിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തിനാണ് ഈ മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതെന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിനിറ്റ്സ് ആർ ദ റിട്ടൺ റെക്കോർഡ് ഓഫ് എ മീറ്റിംഗ്. അപ്പോൾ മിനിറ്റ്സ് എന്നുള്ളത് ഒരു മീറ്റിങ്ങിൻ്റെ റിട്ടൺ റെക്കോർഡാണ്. എഴുതി തയ്യാറാക്കിയ ഒരു റെക്കോർഡിനെയാണ് മിനിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They typically describe the events of the meeting, starting with a list of attendees, a statement of the issues considered by the participants, and related responses or decisions for the issues. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഒരു മീറ്റിങ്ങിൽ തൊട്ട് മുന്നേ നടന്നിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ തുടങ്ങുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, അതിൽ വന്നിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് ആ മീറ്റിങ്ങിൽ പങ്കുകൊണ്ടിട്ടുള്ള അവരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഇഷ്യൂസ് കൺസിഡർഡ് ബൈ ദ പാർട്ടിസിപ്പൻസ്. അതിലെ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഒരു മീറ്റിംഗ് ആകുമ്പോൾ അതിൽ പലർക്കും പല അഭിപ്രായങ്ങളും പല പ്രശ്നങ്ങളും പല ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. ആൻഡ് റിലേറ്റഡ് റെസ്പോൺസസ് ഓർ ഡിസിഷൻസ് ഫോർ ദ ഇഷ്യൂസ്. അതേപോലെ മീറ്റിങ്ങിൻ്റെ അവസാനമാകുമ്പോൾ പലതരത്തിലുള്ള റെസ്പോൺസുകളും അതേപോലെ ആ പ്രശ്നങ്ങൾക്കുള്ള പല സൊല്യൂഷൻസും ഡിസിഷൻസും ഒക്കെ വന്നിട്ടുണ്ടാവും അവസാന ഭാഗമാകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ റെസ്പോൺസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ആഡ് ചെയ്യാം. For private organizations, it is usually important for the minutes to be terse and only include a summary of discussion and decisions. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത്, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി, ആ ഒരു ഡിസ്കഷൻ്റെ സമ്മറി അല്ലെങ്കിൽ ഡിസിഷൻസിൻ്റെ സമ്മറി ഒക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഫോർമൽ മീറ്റിംഗ് ക്യാൻ ബി സീൻ ടേക്കിംഗ് പ്ലേസ് ഇൻ 3 സ്റ്റേജസ്. ഒരു ഫോർമൽ മീറ്റിംഗ് ആവുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഫോർമൽ മീറ്റിംഗ് കേട്ടോ ശ്രദ്ധിക്കുക. ഫോർമൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനകത്ത് അതിൻ്റെ ഒരു ഓർഡർ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അജണ്ടയാണ്. അപ്പോൾ അജണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് എന്ത് വരുന്നത്, ആക്ച്വൽ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിനുശേഷം വായിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പം ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, അജണ്ടയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ്. ഇപ്പം അജണ്ട എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മീറ്റിങ്ങിന് മുൻപ് നടക്കുന്ന കാര്യമാണ് ഈ അജണ്ട എന്ന് പറയുന്നത്. മീറ്റിങ്ങിന് ശേഷം നടക്കുന്ന കാര്യമാണ് ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മീറ്റിങ്ങിന് മുന്നേ നടക്കുന്ന അജണ്ടയിൽ എന്താ പറയുന്നത്, ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ്. വരാൻ പോകുന്ന മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ഒരു ലിസ്റ്റാണ് അജണ്ടയിൽ കൊടുത്തിട്ടുണ്ടാവുക. ദേ ഇൻക്ലൂഡ് ദ പ്രയോറിറ്റി ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ഫോർ ഡിസ്കഷൻ ആൻഡ് ദെൻ ദിസ് വുഡ് ബി പാസ്ഡ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ എന്താണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, വരാൻ പോകുന്ന മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സൊക്കെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു മീറ്റിങ്ങിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലിസ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, സോ ആസ് ടു ഇൻഫോം ദം ആസ് വെൽ ആസ് ടു ഹെൽപ്പ് ദം പ്രിപ്പയർ ഫോർ ദ മീറ്റിംഗ്. അപ്പോൾ എന്താണ്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു അജണ്ട കൈ കിട്ടുമ്പോൾ എന്ത് മനസ്സിലാവും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന ടോപ്പിക്സൊക്കെയാണ് ഈ വരുന്ന മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഫോർമേഷനും കിട്ടും. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ കിട്ടിയ ലിസ്റ്റിലുള്ള ടോപ്പിക്സിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വരാൻ പോകുന്ന മീറ്റിംഗ് ആകുമ്പോഴേക്കും പ്രിപ്പയർ ആയിരിക്കാൻ ഈ മെമ്പേഴ്സിനെ സഹായിക്കാനും എന്തിന് പറ്റുന്നുണ്ട്, ഈ അജണ്ട എന്ന് പറയുന്നൊരു കാര്യത്തിലൂടെ
ആ ഒരു ലിസ്റ്റ് ഓഫ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? ആക്ച്വൽ കണ്ടക്ട് ഓഫ് ദ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് തന്നെ ഉദ്ദേശിക്കുന്നത്. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ ഓഫ് ദ മീറ്റിംഗ് ഹെൽഡ്. ആ ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ, ആ ഒരു പ്രോസസ്സുകൾ, മീറ്റിംഗ് നടക്കുന്ന, നമുക്കറിയാലോ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നത്, ആ ഒരു മീറ്റിങ്ങിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എ സ്റ്റാൻഡേർഡ് കമ്മിറ്റി വിൽ ഹാവ് വെൽ ലേഡ് ഔട്ട് റൂൾസ് റിഗാർഡിംഗ് ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് മീറ്റിംഗ്സ് ആൻഡ് ദ ക്വാറം റിക്വയർഡ് ടു സെറ്റ് എ മീറ്റിംഗ്. അപ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് മീറ്റിംഗ് അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും. മീറ്റിംഗ് എപ്പോൾ തുടങ്ങണം, എപ്പോൾ തീരണം, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. There shall be a chair to the meeting who manages the meeting. ചെയർ എന്ന് പറയുന്ന ഒരു സ്ഥാനം അവിടെ ഉണ്ടാവും. അയാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. He or she makes sure that all present will have a fair chance to express their views. അപ്പോൾ ആ ഒരു വ്യക്തി, ചെയർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, സ്ത്രീയാവാം പുരുഷനാവാം ആരാണെങ്കിലും, അവരാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ ഒപ്പീനിയൻസ് വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ആ മീറ്റിങ്ങിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ചെയർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. നോ സ്പീക്കർ ഇസ് ഇന്ററപ്റ്റഡ് ആൻഡ് ദ അജണ്ട ഇസ് ഫോളോഡ് ആസ് പെർ ദ ഓർഡർ. അവർ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള ഓർഡറിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം കിട്ടുന്നുണ്ടെന്നും ഒരാളുടെയും ഇടയിൽ കയറി മറ്റൊരാൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ ആ ഒരു മീറ്റിംഗ് സ്മൂത്തായി കൊണ്ട് നടക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ചെയർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ആ ഒരു ആക്ച്വൽ കണ്ടക്ട് ഓഫ് മീറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ് അജണ്ട വരുന്നത്, പിന്നെയാണ് മീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്, പിന്നെയാണ് എന്ത് വരുന്നത്, പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് വരുന്നത് ലാസ്റ്റാണ്. This is generally the responsibility of the secretary of the committee to prepare the minutes of the meeting. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മീറ്റിങ്ങിന് ശേഷം ഈ ഒരു മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം തയ്യാറാക്കുന്നത്. He or she will have the responsibility to read out the previous minutes so as to ensure necessary following up in all issues and decisions taken. അപ്പോൾ എന്താണ്, തൊട്ട് മുന്നേ നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും ആ ഒരു സമയത്ത് വായിച്ച് അതിനായിട്ടൊരു ഫോളോ അപ്പ് ആയിട്ട് ഇന്ന് നടന്ന മീറ്റിങ്ങും അതിൻ്റെ മിനിറ്റ്സും കൂടി വായിക്കുക അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ ഒരു സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് സമ്മറൈസ് ദ മെയിൻ പോയിന്റ്സ് വിച്ച് ആർ ഡിബേറ്റഡ് ആൻഡ് ദ മെയിൻ വ്യൂസ് എക്സ്പ്രസ്ഡ്. അപ്പോൾ മിനിറ്റ്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഒരു തൊട്ട് മുന്നേ നടന്നിട്ടുള്ള മീറ്റിങ്ങിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിബേറ്റ് വന്നിട്ടുള്ളത്, എന്തൊക്കെ വ്യൂസ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഒരു സമ്മറി ആയിരിക്കും ഈ പറയുന്ന മിനിറ്റ്സിൽ ഈ പറയുന്ന സെക്രട്ടറി ആഡ് ചെയ്യേണ്ടത്. They should go into sufficient depth so as to make the substance of the meeting clear. അപ്പം ആ പര്യാപ്തമായ ഡെപ്തിലായിരിക്കണം. വെറുതെ ചുരുക്കിയിട്ട് 2 ലൈനിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. പര്യാപ്തമായ എന്ന് വെച്ചാൽ വല്ലാണ്ട് വലിച്ചു നീട്ടുക എന്നല്ല, ആവശ്യമുള്ള അത്രയും ഡെപ്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയിട്ടത് വായിക്കുന്നയാൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നയാൾക്ക് എന്തൊക്കെ നടന്നു, എന്തൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു എന്നുള്ളത് മനസ്സിലാവണം. ഓൾ ഫോർമൽ മീറ്റിംഗ്സ് ആർ കണ്ടക്റ്റഡ് ബൈ എ ചെയർപേഴ്സൺ. എല്ലാ ഫോർമൽ മീറ്റിംഗ്സും കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഒരു ചെയർപേഴ്സൺ വഴിയാണ്. സംടൈംസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെക്രട്ടറി ടു ലുക്ക് ഇൻ ടു ദ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ മീറ്റിംഗ് സച്ച് ആസ് പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഇൻഫോമിംഗ് മെമ്പേഴ്സ് എക്സെട്ര. അപ്പം ചില സമയങ്ങളിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് എന്ത്, ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, അതേപോലെ മെമ്പേഴ്സിന് എങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട് എന്നുള്ള ഇൻഫോം ചെയ്യുക. ഇതൊക്കെ സെക്രട്ടറിയുടെ ഡ്യൂട്ടി ആയിട്ടും കാണാറുണ്ട്. The following will be the scheme that are generally considered for arranging and conducting the meeting. ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ആണ് അതിൻ്റെ ഒരു സ്കീമായിട്ട് വരുന്നത് എന്നാണ് ഇനി പറയുന്നത്. To have a notice prepared and sent to everyone concerned and an agenda drawn up for the meeting. അപ്പോൾ എന്താണ്, ആ ഒരു മീറ്റിങ്ങിന് മുന്നത്തെ കാര്യമാണ് ആദ്യം പറയുന്നത്. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആരൊക്കെ ഉൾക്കൊള്ളണം അവർക്കൊക്കെയും ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമ്മൾ മീറ്റിങ്ങിൻ്റെ കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ കുറച്ച് സമയം മുന്നേ അറിയിക്കേണ്ടതാണ്. അതേപോലെ ഒരു അജണ്ടയും, എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, എന്തൊക്കെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു അജണ്ടയും ആ ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾക്ക് മുൻകൂറായിട്ട് നമ്മൾ കൈമാറേണ്ടതാണ്.
To begin the meeting on time, to welcome the participants and make other opening remarks. അപ്പോൾ എന്താണ്, കൃത്യസമയത്ത് തന്നെ തുടങ്ങുക, വേണ്ട പാർട്ടിസിപ്പൻസിനെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. ടു കൺവേ ബ്രീഫ്ലി ദ അപ്പോളജീസ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു ആർ അണേബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ അതേപോലെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടിയിരുന്ന എന്നാൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു അസാന്നിധ്യത്തിനെ ഒന്ന് അപ്പോളജി ചെയ്ത് ഇന്ന ആളുകൾക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. Ensuring that all members received the minutes of the last meeting and approving them. അപ്പം എന്താണ്, കഴിഞ്ഞ മുന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മിനിറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് മീറ്റിങ്ങിൽ അവതരിപ്പിച്ച മിനിറ്റ്സിനെ കുറിച്ച് അതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാവുന്നതാണ്. സ്റ്റേറ്റിംഗ് ദ പേർപ്പസ് ഓഫ് ദ മീറ്റിംഗ്, ആ ഒരു ഇപ്പം നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളതൊന്ന് സ്റ്റേറ്റ് ചെയ്യുക. ടു എൻകറേജ് എ ഫെയർ ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ, കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിസ്കഷന് പ്രാധാന്യം കൊടുക്കുക. ബട്ട് ഓൾസോ ടു മേക്ക് ഷുവർ ദാറ്റ് ദ അജണ്ട ഈസ് ഫോളോഡ് ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ മീറ്റിംഗ് ഡസ് നോട്ട് ഗെറ്റ് ഷിഫ്റ്റഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ മീറ്റിംഗ്. പക്ഷെ അത് വിചാരിച്ച് എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പ്ലാൻ ചെയ്ത ടൈമിൻ്റെ അപ്പുറത്തേക്ക് പ്രോഗ്രാം വലിച്ചു നീട്ടാനൊന്നും പാടില്ല. ആ ഒരു പ്രോഗ്രാം ആ സമയത്തിനകത്ത് തന്നെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കിൽ നിന്നും വ്യതിചലിക്കാത്ത രീതിയിൽ ആ ഒരു ഡിസ്കഷൻ നല്ല രീതിയിലൂടെ കൊണ്ടുപോകണം. To see that all the members present get a chance to participate and express their opinions. പങ്കെടുത്ത എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. To conclude the meeting by summarizing the solutions arrived at or the decisions taken, suggesting a plan of action, asking if there is any other business the participants want to discuss, setting a date for the next meeting and making closing remarks. അപ്പോൾ എന്താണ്, ഇതുവരെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊന്ന് അവസാനിപ്പിക്കുന്ന കാര്യമായിട്ടോ പറയണം. മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾക്ക് സംസാരിക്കാനുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് പാർട്ടിസിപ്പൻസിനോടൊന്ന് ചോദിക്കാം. എന്നിട്ട് അടുത്ത മീറ്റിംഗ്, വരാനുള്ള മീറ്റിംഗ് ഈ ദിവസമായിരിക്കും, അതിനെല്ലാവരും വരണം എന്നുള്ള രീതിക്ക് ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോസിംഗ് റിമാർക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുത്തിട്ടാണ് ആ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടത്. Given below is a format of minutes in a blank form. മിനിറ്റ്സിൻ്റെ ഒരു ബ്ലാങ്ക് ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ അജണ്ട എന്താണ്, അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് അവർ. അജണ്ടയിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? കൺഫർമേഷൻ ഓഫ് ദി മിനിറ്റ്സ് ഓഫ് ദി ഏർലിയർ മീറ്റിംഗ് ഹെൽഡ് ഓൺ, മുന്നേ നടന്നിട്ടുള്ള മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിനെ കുറിച്ച് അതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കാം. പിന്നെ ഒന്ന് ആക്ഷൻ ടേക്കൺ ഓൺ ദ ഡിസിഷൻസ്, എന്തൊക്കെ ഡിസിഷൻസിൻ്റെ മേലാണ് ആക്ഷൻ ടേക്കൺ ചെയ്യേണ്ടത്. അതേപോലെ പ്രപ്പോസൽസ് ഫോർ ദ പ്രസന്റ് മീറ്റിംഗ്, വരാൻ പോകുന്ന മീറ്റിങ്ങിൽ എന്തൊക്കെ പ്രപ്പോസൽസ് ആണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. എനി അതർ ഐറ്റം വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ചെയർ, വേറെ എന്തെങ്കിലും ഐറ്റംസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ കൊടുക്കാം, അജണ്ട എന്ന് പറയുന്നതിൽ കൊടുക്കാം. ഇനി ഇതിന് താഴേക്ക് വരുന്നതാണ് എന്ത്, മിനിറ്റ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫോർമാറ്റ് ഓഫ് ദ മിനിറ്റ്സ് വിൽ ബി ജനറലി ഓഫ് ദിസ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്ത് വേണം, ഒരു ടൈറ്റിൽ വേണം. അത് ആ ടൈറ്റിലാണ് ഇവിടെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ഡാഷ് ഹെൽഡ്. അതെന്താണ്, ഓർഗനൈസേഷൻ എന്താണ്, സമയം എവിടെയാണ്, സ്ഥലം എന്നൊക്കെ വെച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു ടൈറ്റിൽ ആദ്യം വേണം. പിന്നെ എന്താണ് വേണ്ടത്, മെമ്പേഴ്സ് പ്രസൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് ആയിട്ടുള്ള, നമ്മൾ എടുത്ത് പറയേണ്ട വ്യക്തികൾ ആരൊക്കെയാണോ അവരുടെ പേര് ലിസ്റ്റ് കൊടുക്കുക. പിന്നെ മെമ്പേഴ്സ് ആബ്സെൻറ്റ്, വരേണ്ടിയിരുന്ന എന്നാൽ വരാൻ സാധിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് കൊടുക്കുക. ഡിസിഷൻസ് ഓഫ് ദ മീറ്റിംഗിനോട് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ മെൻഷൻഡ് ഇൻ ദ അജണ്ട. അജണ്ടയിൽ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തത്, ആ ഒരു കാര്യങ്ങളുടെ, ആ ഒരു ഡിസ്കഷൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണമാണുള്ളത് അത്രയും എണ്ണം ചേർക്കാം. പിന്നെ ഡിസിഷൻ അബൌട്ട് ദ ഡേറ്റ് ഓർ വെന്യൂ ഫോർ ദ നെക്സ്റ്റ് മീറ്റിംഗ്, ഇനി വരാനിരിക്കുന്ന, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാനിരിക്കുന്ന അടുത്ത മീറ്റിങ്ങിൻ്റെ സമയവും ദിവസവും ഒക്കെ പറയാം. പിന്നെ ഒരു വോട്ട് ഓഫ് താങ്ക്സും. ഇതാണ് അതിൻ്റെ ഒരു മിനിറ്റ്സിൻ്റെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സാമ്പിളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റും ഈ സാമ്പിളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഓർഡർ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഒത്തിരി ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഒരു മിനിറ്റ്സിൻ്റെ സാമ്പിളിൽ തന്നിരിക്കുന്ന പോലെ അത്രയും വലുതായിട്ടൊന്നും നമുക്ക് ചിലപ്പോൾ എക്സാമിന് എഴുതേണ്ടതായിട്ട് വരില്ല. നമുക്ക് പറ്റുന്നത് പോലെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടന്റിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് ഫോർമാറ്റ് ഉണ്ടോ, ടൈറ്റിലുണ്ടോ, പ്രസന്റ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടോ, ആബ്സെന്റ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടോ, കണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ടോ, അടുത്ത മീറ്റിങ്ങിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ, അതുപോലെ ലാസ്റ്റ് ആ ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് വോട്ട് ഓഫ് താങ്ക്സ് കൊടുത്തിട്ടുണ്ടോ, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ, ഈ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം. പേപ്പർ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യം. അപ്പോൾ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇപ്പോൾ ഫസ്റ്റ് എന്താണ് XYZ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മലപ്പുറം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ടൈറ്റിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഒരു ഹെൽഡ് ഓൺ, അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഡേറ്റ്, അതേപോലെ സമയം, അതേപോലെ പ്ലേസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ടൈറ്റിലായിട്ട് വരാം. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഭാഗം ടൈറ്റിലാണ്. പിന്നെ എന്താണ് നമ്മൾ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡർ തന്നെയാണ്. മെമ്പേഴ്സ് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രസന്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയർ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പളാണ്. പിന്നെ മെമ്പർ ആരാണ്, യൂണിയൻ മെമ്പേഴ്സായിട്ട് പിന്നെ വന്നിരിക്കുന്നത് ആരാണ്, സ്റ്റാഫ് അഡ്വൈസർ വന്നിട്ടുണ്ട്, സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ വന്നിട്ടുണ്ട്, സ്റ്റുഡൻസ് യൂണിയൻ യൂണിവേഴ്സിറ്റി കൗൺസിലർ, സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി. ഇത്രയും പേരാണ് പ്രസന്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ആബ്സെന്റ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോളജീസ് ഓഫ് ആബ്സെൻസ് ഫ്രം ശ്രീ മുഹമ്മദ് യൂസഫ്, സ്റ്റുഡന്റ് എഡിറ്റർ വന്നിട്ടില്ല. അതേപോലെ വൈസ് ചെയർപേഴ്സണും വന്നിട്ടില്ല. അപ്പോൾ അവരുടെ വരാത്തവരുടെ ലിസ്റ്റാണ് കേട്ടോ. അത് അപ്പോളജീസ് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ആബ്സെൻറ്റീസിന്റെ പോർഷനാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ത്, ഡിസിഷൻസ് ടേക്കൺ. ആ പറയുന്ന മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള ഡിസിഷൻസ് ആണ് ഇനി പാരഗ്രാഫായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പല കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറീസ് ആണ് അത് ഷോർട്ടാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൽ ഇറ്റ് വാസ് ഡിസൈഡഡ് ടു കൺവീൻ എ മീറ്റിംഗ് ഓൺ 11, ആ ഒരു ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം നടക്കാൻ പോകുന്നതിൻ്റെ ബാക്കിയായിട്ട് നടക്കാൻ പോകുന്ന അടുത്ത മീറ്റിങ്ങിനെ കുറിച്ച് അവർ അതിനകത്ത് പറയുന്നുണ്ട്. അതെന്താണ്, അപ്കമിങ് മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ഇതിനോട് അടുത്ത് വരാൻ പോകുന്ന മീറ്റിംഗ് എന്നാണ് എന്നുള്ള ഇൻഫർമേഷനാണ് ആ ഒരു ചെറിയ 2 ലൈനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ്, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ഇൻഫർമേഷനാണ് അതിനുശേഷം കൊടുത്തിരിക്കുന്നത്. ഫോളോയിങ് അഡീഷണൽ ഐറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന 2 പാരഗ്രാഫ് അതാണ്. പിന്നെ എന്താണ്, അതിനുശേഷം ഒരു വോട്ട് ഓഫ് താങ്ക്സും പറഞ്ഞിട്ട് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഫോർമാറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു സാമ്പിളും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ മിനിറ്റ്സിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്, ആ ഒരു രൂപം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ആ ഓർഡർ, ഈ ഒരു സംഭവങ്ങൾ പഠിച്ചു വയ്ക്കാനേ വേണ്ടുള്ളൂ. എന്താണ്, ഫസ്റ്റ് ടൈറ്റിൽ എഴുതണം, പിന്നെ മെമ്പേഴ്സ് പ്രസൻറ്റ്, മെമ്പേഴ്സ് ആബ്സെൻറ്റ്, ഡിസിഷൻസ് ഓഫ് ദ മീറ്റിംഗ്, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത്, പിന്നെ അടുത്ത മീറ്റിങ്ങിൻ്റെ കുറിച്ചുള്ള എന്താണ് ഇൻഫർമേഷൻ അത് കൊടുക്കുക, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, അങ്ങനെ എൻഡ് ചെയ്യുക. സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക. കാരണം നമ്മൾ ഇതിൽ പറയുന്നുണ്ട് സെക്രട്ടറിയാണ് മിനിറ്റ്സ് റെഡിയാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ മറക്കണ്ട. അത് എഴുതിയാൽ തന്നെ നമുക്ക് ആ സെക്രട്ടറി ആണല്ലോ എഴുതുന്നത് എന്നുള്ളത് ഈ എഴുതുന്ന ആൾക്ക് അറിയാമെന്ന് പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. താങ്ക്